ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ശ്രീനാരായണപുരം MES ഹയർ സെക്കൻഡറി സ്കൂളിൽ മതിലകം പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ SPC യൂണിറ്റുമായി സഹകരിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. സ്കൂൾ സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് മുഹമ്മദ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. മതിലകം പോലീസ് സ്റ്റേഷൻ SHO MK ഷാജി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രദേശത്തെ ലഹരി വിരുദ്ധ പോരാട്ടങ്ങളിൽ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. സംയുക്തമായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ റാലിയും ഫ്ലാഷ് മോബുമാണ് ഇവിടെ നടന്നത്. നമ്മുടെ സമൂഹത്തിൽ ലഹരി ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റും വിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പ്രോഗ്രാം മതിലകം പോലീസും MES സ്കൂളും വിവിധ വിദ്യാർത്ഥികളും ടീച്ചേഴ്സും അധ്യാപകരും PD അടക്കമുള്ള ആളുകൾ സംയുക്തമായി ഞങ്ങളിവിടെ ഇത്തരമൊരു പ്രോഗ്രാം അവതരിപ്പിച്ചത്. ഈ പ്രോഗ്രാമിനെ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സ്കൂൾ പ്രിൻസിപ്പൽ VK റഫീഖ്, ഹെഡ് മിസ്ട്രസ് A അനീസ, സ്കൂൾ PTA പ്രസിഡന്റ് മുഹമ്മദ് റാഫി, SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഡോക്ടർ ഗിരീഷ് കുമാർ P എന്നിവർ സംസാരിച്ചു. MES ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച സൈക്കിൾ റാലി പൊക്ലൈ സെന്ററിലെത്തി വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്ന ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ഈ ഇരുണ്ട കാലഘട്ടത്തിലും മദ്യത്തില്ല ഉപയോഗിക്കുവാൻ അനുവദിക്കുക. മതിലകം പോലീസ് സ്റ്റേഷൻ പ്രിൻസിപ്പൽ SI രമ്യ നന്ദി പറഞ്ഞു. SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ജെംസി P ജോർജ്, അധ്യാപകരായ അഫീന ടീച്ചർ, സരിത ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി കുഞ്ഞുമോൾ ടീച്ചർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരോടൊപ്പം സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും PT അംഗങ്ങളും പങ്കെടുത്തു. നമസ്കാരം. നമുക്കറിയാം, ലഹരി നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു വിപത്തായി മാറിയിരിക്കുകയാണ്. ഒരു ക്യാൻസർ എന്ന പോലെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ലഹരി പടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പൗരന്മാരായി പഠിച്ചു വളർന്ന് നമ്മുടെ നാടിനെ നയിക്കേണ്ടവർ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം ജീവനും ജീവിതവും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്.